നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അടിപൊളി തൂക്കുപാലച്ചാലാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള നേര്യമംഗലത്ത് വന്നിട്ട് ആ പാലം കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോന്നാൽ മതി. ഈ പാലത്തിൻ്റെ പേരും ഈ സ്ഥലപ്പേരും ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഇവിടെ അടുത്തുള്ള ചേട്ടനാണ്. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. നമസ്കാരം. ഇവിടെ അടുത്ത സ്ഥലം ഇത് കാഞ്ഞിരവേലി ഇഞ്ചപ്പതാൽ എന്ന് പറയും. കാഞ്ഞിരവേലി ഇഞ്ചപ്പതാൽ സ്ഥലം. ഇഞ്ചപ്പതാൽ. പിന്നെ ഈ കറക്റ്റ് സ്ഥലം, ഈ തൂക്കുപാലത്തിന്റെ പേരാണ് ഇത് ഇഞ്ചപ്പതാൽ. ഇഞ്ചപ്പതാൽ. ഓക്കെ ഓക്കെ. ഇവിടെ എത്ര വർഷമായി ഈ പാലം വന്നിട്ട്? ഇതൊരു 10-15 വർഷമായി എന്ന് എനിക്ക് തോന്നണേ. ഏകദേശം 15 വർഷമായി കാണും. അതായത് ഇത് സർക്കാർ തന്നിങ്ങനെ, ഇത് രാഷ്ട്രീയക്കാർ കൊണ്ടൊന്നല്ല, ഇവിടുത്തെ ജനങ്ങളും പള്ളിയിലെ അച്ഛനും മുഖേനയായിട്ട് നമ്മൾ നേരിട്ട് വന്നു. പി ജെ ജോസഫിന്റെ കറുപ്പിൽ കിട്ടിയതാ, വ്യക്തിപരമായിട്ട് കിട്ടിയതാ. ഈ പാലത്തിന് നമ്മൾക്ക് പുതുക്കി പണിയാൻ, പെയിന്റ് അടിക്കാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ 1.25 കോടി രൂപ മുടക്കിയിട്ട് ഇതിന് റെക്കോർഡില്ല എന്ന് പറഞ്ഞു. റെക്കോർഡില്ല എന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞു പല സ്ഥലത്തും വേണ്ടി ഇത് എപ്പോ വേണമെങ്കിൽ തുരുമ്പ് പിടിച്ച്. അയ്യോ, പിന്നെ ഇത് അപകട ഭീഷണി കാലം തുരുമ്പ് പിടിച്ചിരിക്കല്ലേ. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതായത് ഇത് 1.25 കോടി രൂപ മുടക്കിയിട്ട് ഇതിന് റെക്കോർഡില്ല എന്ന് ആരോട് പറഞ്ഞേ? മനസ്സിലായി. ഇത് ഉദ്ഘാടനം കഴിയാത്ത പാലം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഉദ്ഘാടനം, ഇത് പാർട്ടിക്കാർ ഉണ്ടെന്നല്ലോ. ഓക്കെ. ഒരു പാർട്ടിക്കാര് അല്ലെങ്കിൽ കേരള അല്ലെ ജോസഫ് അല്ലെങ്കിൽ ഇടതുപക്ഷ വലതുപക്ഷം ഒന്നും കൊണ്ടാനില്ല. ഇത് വ്യക്തിപരമായിട്ട് വന്നാണ്. ഇത് വ്യക്തിപരമായിട്ട് എങ്ങനെ? ആരാണ് ഇതിന്റെ ഒരു? നിരപ്പൻ ടോമി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടെ പുള്ളി പോയി കുറച്ച് സ്ഥലമുണ്ട്. ബാക്കി പുള്ളി മുഖേനാണ് മുൻകൈ. പുള്ളിയുണ്ട്, അച്ഛനുണ്ട്, പള്ളി നീണ്ടറപ്പള്ളിയിൽ അച്ഛനുണ്ട്, നീണ്ടപാറപ്പള്ളി അച്ഛനും ഈ പറഞ്ഞ ചേട്ടനും എല്ലാവരും കൂടി വന്നതാണ്. എല്ലാവരും നാട്ടുകാർ. ഞങ്ങൾ പിന്നെ ഇവിടെ വള്ളത്തിലാവുന്ന അന്ന് തേക്കടിയിൽ ബോട്ട് ഉണ്ടായില്ലേ, അത് മുഖേനയാണ് നമ്മൾ ആ ബോട്ടയിൽ നമ്മൾ പിള്ളേരെ അന്ന് ആശ്രയം വെള്ളം തന്നെയാണ്. അപ്പൊ ആശ്രയത്തിൽ അങ്ങനെ ചാനൽ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പി ജോസഫിന്റെ കറുപ്പിലാണ് നമുക്ക് എന്റെ ഒരു അറിവ്. അങ്ങനെയാണ് നമുക്ക് സാങ്ഷനായി വന്നു. അപ്പൊ ബിജോസ് സാറാണ് ഇതിന് മെയിൻ ആയിട്ട് മുൻകൈ എടുത്തത്. അതിന്റെ ഇതിലാണ് വന്നത്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് പാർട്ടിക്കാരുണ്ട്, ഒരു പാർട്ടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ആളെ കൊണ്ടുവന്നെങ്കിലും ഉദ്ഘാടനം എന്റെ പാർട്ടി കൊണ്ടുവന്നെങ്കിലാണ് ഉദ്ഘാടനം നടക്കുള്ളൂ. ഇത് പാർട്ടി അല്ല കൊണ്ടുവന്നത്, അതുകൊണ്ട് ഉദ്ഘാടനം നടക്കുന്നില്ല. അതിലൊരു റെക്കോർഡും ഇല്ല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഇത് കംപ്ലൈന്റ് വന്നാൽ ഒന്നും ചെയ്യില്ല. ഇതിപ്പോ നമ്മള് പഞ്ചായത്തില് അടിമാലി പഞ്ചായത്ത് ബ്ലോക്കിലൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാൻ, പാച്ച് വർക്ക് ചെയ്യാൻ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. എന്നാലും ഇവിടെ എങ്ങനെ ടൂറിസം ഡെവലപ്പ് ഇതെന്നാ അറിയോ, ഇതൊരു 10 വർഷം മുമ്പത്തേക്ക് 10 വർഷം വേണ്ട, ടൂറിസ്റ്റ് ഇഷ്ടംപോലെ വരുന്നത് അവർക്കറിയാൻ പാടില്ല. അവർ ഇതിൽ കയറുന്നു, ഒരു 10 പേര് വരുന്നു, ഇങ്ങനെ ആടുന്നു, ഇഷ്ടം പോലെ വരുന്ന ആളുകൾ ആടും. ഇത് ഒരു ഓട്ടോമാറ്റിക്കലായിട്ടുണ്ടല്ലോ, ഈ സാധനം ഒടിഞ്ഞ് ആടും, പിന്നെ ചാടി പോയി. അതാണ് എല്ലാരും കേൾക്കേണ്ടത്. ഈ സംഭവം മിക്കവാറും പോവാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ. പിന്നെ കാരണം ഇതന്നെ നമ്മൾ ഇത് എത്രയും വേഗം ഇത് പാച്ച് വർക്ക് നടത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത് എല്ലാവരും കേൾക്കണം. ഇതിന് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പാലം ഒന്ന് പാച്ച് വർക്ക് ചെയ്യുക, തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ച് വെൽഡ് ചെയ്യാണെങ്കിൽ വെൽഡ് ചെയ്ത്, അല്ലേ? വെൽഡ് ചെയ്യാൻ ആയില്ല, പക്ഷെ ഇത് മൊത്തം തുരുമ്പ് കയറിയിരിക്കുക. 4 കാലയിലാണ് നിൽക്കണം. ഓക്കെ. 4 കാലയിലാണ്. പിന്നെ ചേട്ടാ, ഇവിടെ ആന ഒരുപാട് വരാറുണ്ടോ? ആന വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കെ പോർഷാറുണ്ടെന്ന് വലിയ കാര്യമില്ല. അവര് രണ്ടുപേര് വണ്ടിയുണ്ട്, അവർക്ക് പോർഷുണ്ട്, അവർ വരുന്നു പോകുന്നു. അവരാരും ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ വരും പോകും, അത്രേ ഉള്ളൂ. സ്ഥിരം വരുന്നുണ്ട്. ഞങ്ങൾ അറിയിക്കുമ്പോ അവിടെ ഇവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടല്ലേ? ഇവിടെ ഇല്ല. നമ്മൾ ആ നേരമംഗലം ആ ഭാഗത്തൊക്കെ റേഞ്ച് ഓഫീസിനെ പിടിക്കും. പിന്നെ ഇവിടെ ഇറങ്ങും. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല. അപ്പൊ ജനസഞ്ചയം എല്ലാ സ്ഥലത്ത് ഇറങ്ങും. ഇത്തരം കാര്യങ്ങള് പറഞ്ഞു തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, കാണാം. ബൈ.
എത്ര ലോഡ് മണൽ ഇതേ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടിക്ക്. ഈ മണലെല്ലാം വാരുമായിരുന്നെങ്കിൽ ഈ പുഴയിൽ വെള്ളം പെട്ടെന്ന് കരയിൽ കയറുമോ? കംപ്ലീറ്റ് വെള്ളം ഇവിടെ കിടക്കും. അങ്ങനെയല്ല നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പുഴകളും കിടക്കുന്നത്, ഫുള്ള് മണലാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ മണലെല്ലാം വാരിയിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളെ പുഴകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഒഴുകിക്കോളും, പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ആരോട് പറയൂല്ലേ? എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കേ. യെസ്, നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല. തലമുടി കരിഞ്ഞു പോകും. എന്നാലും കുഴപ്പമില്ല. ഈ തൂക്കുപാലത്തിലെ എന്താ പറയാ, മനോഹരമായ കാഴ്ചകളെ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു, അതുപോലെ തന്നെ ഈ തൂക്കുപാലം ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടു ആ ചേട്ടനിലൂടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണേ. എല്ലാവരും കാണട്ടെ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.